ഒരുപാട് മരണവാർത്തകളാണ് നാം ഓരോ ദിവസവും കേട്ടു. ഇന്നലെ നമുക്കൊക്കെ സദസ്സിലുള്ള പലരുടെയും അധ്യാപകനായ മമ്മുഞ്ഞി മാസ്റ്റർ മരിച്ച വിവരം പറഞ്ഞു. അപ്പൊ അത് മക്കയിൽ വെച്ചാണ്. ഇന്ന് നമ്മുടെ അൽഫാന്റെ കാക്ക സത്താർ സാഹിബും മക്കയിൽ വെച്ച് നല്ല നല്ല മരണങ്ങളാണ്. അള്ളാഹുവിന്റെ വിധി പോലെ പാവങ്ങളൊക്കെയും പൊരുത്തു കിട്ടിയ രൂപത്തിൽ ഉംറകളൊക്കെയും നിർവഹിച്ചവരാണ്. അള്ളാഹു അവർ ചെയ്ത ആ പ്രവർത്തനങ്ങൾ കബൂലാക്കി അവരുടെ പ്രത്യേകമായ റഹ്മത്തിനും മഗ്ഫിറത്തിനും അർഹരാകുന്ന രൂപത്തിലുള്ള മരണങ്ങളായി അവരുടെ മരണങ്ങളെ പടച്ചവനെ ഏറ്റെടുക്കണേ. കൂടെയുള്ള ഭാര്യാപങ്ങളും അതുപോലെ കൂടെ യാത്ര ചെയ്ത ഹാജിമാരും അവരുടെ മനസ്സിനൊക്കെയും ഈ സമാധാനം നൽകണേ. നമ്മുടെ വൈദ്യപള്ളിയുടെ പരിസരത്ത് തന്നെ ജീവിച്ച ഒരാളായിരുന്നു സത്താർ സാഹിബ്. ഈ പള്ളിയുടെ മറക്കത്തുകൊണ്ട് സ്വർഗത്തിൽ ഉന്നത ദർജ അദ്ദേഹത്തിനും അതുപോലെ മമ്മുഞ്ഞി മാസ്റ്റർ അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും നീ നൽകണേ അള്ളാഹുവിന്റെ വിധിയാണ്. ഓരോരുത്തരെയും കിടക്കുമ്പോ ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുക, ഏത് മണ്ണിലാണ് കിടക്കുക, അള്ളാഹുവിന്റെ കണക്കാണ് ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പൊ ആ സ്ഥലത്ത് എത്തുമ്പോ അവർ മരിക്കും, ആ സ്ഥലത്തിന് അവർ ദഫൻ ചെയ്യും. അങ്ങനെയാണ്. അതായത് മക്കയിലും മദീനയിലും മരിച്ചു കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്, വലിയൊരു ഭാഗ്യമാണ്. സ്വാലിഹ്യങ്ങളൊക്കെയും കൊതിച്ച് അതിനു വേണ്ടി ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല ആ മണ്ണിന്റെ ബർക്കത്തുകൊണ്ട് സ്വർഗത്തിൽ ഉയർന്ന പദവി അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി മജ്‌ലിസ് നോക്കി ഇൻഷാ കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ലഭിച്ച ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ആ സദസ്സിൽ വെച്ച് ദുആ ചെയ്യും. പിന്നെ മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ നമ്രൂദിന്റെ തീണ്ടാരത്തിൽ 7 ദിവസങ്ങളാണ് ആ തീയിൽ ഉണ്ടായി. 7 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഒരു തണുപ്പ് മാത്രമല്ല, തണുപ്പാണെങ്കിൽ ചിലപ്പോ തണുപ്പുകൊണ്ട് മനുഷ്യൻ മരിച്ചു പോലെ. ഇപ്പോ വറുത്തും തണുപ്പുണ്ട്, അതോടുകൂടി സലാമത്തും നല്ല ഒരു എയർ കണ്ടീഷൻ ആകുന്ന രൂപത്തിൽ ആ തീകുണ്ടാരത്തിൽ 7 ദിവസം. അപ്പോ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ നിന്നിട്ട് അത് നോക്കി നിന്ന നമ്രൂദിന്റെ മകൾ പോലും വിശ്വസിച്ചു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീന്റെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷിക്കുന്നതും സുഖിക്കുന്നതുമല്ല കണ്ടിട്ട് നമ്രൂദിന്റെ മകൾ പോലും വിശ്വസിച്ചു പോയി. അത്തരം തഫ്സീരിൽ കാണാം, ഇങ്ങനെ ഇത്രയും വലിയ ഒരു അദാബ് ഒരുക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെട്ടപ്പോ നമ്രൂദിന്റെ പടച്ചോന്റെ കുദറത്ത് മനസ്സിലായതാണ്, അള്ളാഹുവിന്റെ കുദറത്ത് മനസ്സിലായതാണ്. മനസ്സിലായതിന്റെ പേരിൽ നമ്രൂദ് 4000 പശുക്കളെ ഖുർബാൻ അറുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അതിന് മുമ്പ് തന്നെ 4000 പശുക്കളെ നമ്രൂദ് അള്ളാന്റെ കുദറത്ത് മനസ്സിലാക്കിയിട്ട് നിന്റെ പഠിച്ചോൻ തന്നെ. പക്ഷെ അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിനോട് പറഞ്ഞിരുന്നു, നീ എനിക്ക് 4000 ഈമാനില്ലാതെ 10,000 കൊടുത്താലും പണം പിടിക്കൂല. പക്ഷെ അതൊക്കെ അപ്പുറമാണ്. ഈ നമ്രൂദിന്റെ ഇബ്ലീസിന്റെ കിബിർ പോലെ, അഹങ്കാരം പോലെ ഈ നമ്രൂദ് അവന്റെ അഹങ്കാരം പെട്ടില്ല, വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷെ അള്ളാന്റെ കുദറത്ത് മനസ്സിലാക്കിയിട്ട് 4000 പശുക്കളെ ഖുർബാൻ അറുത്തു കൊടുത്തു നമ്രൂദ്. അങ്ങനെ ഭയങ്കര അഹങ്കാരിയായിരുന്നല്ലോ. ഖുർആൻ പറഞ്ഞു, വളരെ നിസ്സാരമായ രൂപത്തിൽ, നീചനായ രൂപത്തിലുള്ള ഒരു മരണാണ് പിന്നെ നമ്രൂദിന്റെ കൊടുത്ത്. നമ്രൂദിനെ മനസ്സിലായി, നമ്രൂദ് വലിയ പട്ടാളം കൊണ്ട് ബോംബ് കൊണ്ടല്ല, വെറും ഒരു കൊതുകാണ്. ഓൻ മാത്രമല്ല, ഓന്റെ പട്ടാളക്കാരെയും ഓന്റെ മുന്തിയ കുതിരകളൊക്കെയും ഈ കൊതു ഹലാക്കാക്കി നശിപ്പിച്ചു. അത് ചോര കുടിച്ച് അങ്ങനെ എല്ലാം മെലിഞ്ഞ ആകെ എല്ലാം ചത്തുപോയിരുന്നു. പക്ഷെ നമ്രൂദിന്റെ മൂക്കിലൂടെ ഒരു കൊതുകിനെ അല്ലാഹു തആല പ്രവേശിപ്പിച്ചു. അത് പോയിട്ട് അവനെ തലച്ചോറിലാക്കി എന്താവും നമ്മുടെ അല്ലെ, തലച്ചോറിലേക്ക് ഒരു കൊതുകാണ്. അല്ലെങ്കിൽ തന്നെ തന്റെ ഉള്ളിൽ കുറച്ചെന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കയ്യിൽ നിൽക്കാം, ഭയങ്കര ബുദ്ധിമുട്ട്. ഈ കൊതുക് പോയിട്ട് ഇങ്ങനെ എത്ര 1-2 ദിവസങ്ങളില്ല തഫ്സീറിൽ കാണാൻ 400 കൊല്ലം അതിന്റെ ബുദ്ധിമുട്ട് അവനെ അനുഭവിച്ചു. അപ്പൊ ഈ നമ്രൂദിന്റെ അടുത്ത് ഏറ്റവും മാന്യന്മാരായോ തഫ്സീറിൽ കാണാം, ഇതുണ്ടല്ലോ സുത്തിക അത് പൊടിച്ചിട്ട് നമ്രൂദിന്റെ തലക്കടിക്കുന്ന ആൾക്കാരാണ്. തലക്കം നമുക്ക് തലമുമ്പരാൻ എന്താക്കിയെങ്കിലും മതിയാണല്ലോ. സുത്തിയെ പിടിച്ചിട്ട് തലക്കടിക്കുന്ന ആ തലക്കടിച്ച ആളുകളാണ് നമ്രൂദിന് ഭയങ്കര ഇഷ്ടം. കാരണം ഓന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഈ കൊതു ഉള്ളിൽ ഇങ്ങനെ ശല്യപ്പെടുത്തുമ്പോ അതിന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതാണ് പറയാൻ പറഞ്ഞത്, ഈ കയ്യില് ആനായ സയ്യിദുനാ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഖുർആൻ തഫ്സീറിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാം. ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു ചുറ്റിക പിടിച്ചിട്ട് നെഹ്റുവിന്റെ തലക്ക് അടിക്കുന്ന ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് അടിക്കുമ്പോൾ കുറച്ച് ആശ്വാസം. ഒരിക്കലെ ഭയങ്കര പഠിച്ചടിക്കലല്ല, പഠിച്ചോ വേദന ആകുമ്പോ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി ചുറ്റിക സുത്തിയൊക്കെ അറബിയിൽ പറഞ്ഞു. അല്ലെ, അപ്പൊ ആ രൂപത്തിൽ സുബ്ഹാനല്ലാഹ് 400 കൊല്ലക്കാലം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രയാസപ്പെടുത്തിയതിന് പകരമായി നമ്രൂദിനെ അല്ലാഹു തആല ശിക്ഷിച്ചു എന്നാണ്. ഇത് ചത്തുപോയി, ഞാൻ ചത്തുപോയി. ആരെയും ബന്ധപ്പെടൂല. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് അള്ളാഹു ദുനിയാവിലും പ്രയാസം കൊടുക്കും, ആഖിറത്തിലും പ്രയാസം കൊടുക്കും. അതാണ് എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണും. കാരണം അത്രത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രയാസപ്പെടുത്തിയ ഒരു ശത്രുവായിരുന്നു നമ്രൂദ് എന്ന് പറഞ്ഞത്. പക്ഷെ മകൾ വിശ്വസിച്ചു. ഈ കുണ്ടാരത്തിൽ ഇങ്ങനെ അല്ലാഹുവിലേക്ക് സുജൂദ് ചെയ്യുന്നത് കാണുമ്പോ ആയിരക്കണക്കിനുള്ള ആളുകൾ മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച അല്ലാഹുവിനെ കൊണ്ട് പരിചയപ്പെടുത്തിയ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. അപ്പൊ ആ രൂപത്തിൽ ജീവിച്ച ഒരു മഹാനായിരുന്നു സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രയാസങ്ങളും അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പരീക്ഷണങ്ങളും ഏറ്റെടുക്കുകയും അതിന് മുഴുവനും എല്ലാ പരീക്ഷണങ്ങളിലും നല്ല രൂപത്തിൽ വിജയിക്കുകയും ചെയ്ത മഹാനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്ന് 28ആണ്, കടന്നു വരുന്നത് 29ആണ്. ചിലപ്പോൾ ബുധനാഴ്ച നമുക്ക് ഒന്നായാലും പിന്നെ 10 വരെ നമുക്ക് കഴിഞ്ഞ കൊല്ലം മുമ്പത്തെ കൊല്ലം സ്നാനത്തിൽ വൽഫജർ സൂറത്ത് അതെപ്പോഴും എല്ലാ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളും പ്രത്യേകമായി ഓതൽ സുന്നത്തുള്ള സൂറത്താണ്. 10 ദിവസത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സൂറത്താണ്. നമുക്ക് സുബഹിസ്കാരത്തിന് 10 ദിവസം അല്ലാഹു തൗഫീഖ് ചെയ്താൽ എല്ലാ നിസ്കാരത്തിനും ഓതിയില്ലെങ്കിലും ഓതുന്ന കേൾക്കലും വലിയ സുന്നത്തല്ല. നിസ്കാരത്തിന്റെ അപ്പൊ ആ സൂറത്ത് നമുക്ക് ഓതാം, കേൾക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്താണ് ഉദയ്യത്ത്, അതിനുവേണ്ടി തയ്യാറാകാം. ഉദയ്യത്തിന്റെ മഹത്വങ്ങൾ പറയാം, പഠിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹ്ജിദത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബേജാറുകളും നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. ഒരുപാട് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഉമ്മ കല്ലായിട്ട് വലിയ ബേജാറിന് ചെറിയൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പുറകെ എത്തിയിട്ടുണ്ട്. ഇനിയും വ്യാഴാഴ്ച പോയിട്ട് അതിന് എന്തെങ്കിലും പൊട്ടിക്കോളെന്തോ എന്തെങ്കിലും ഉമ്മാക്ക് വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ നല്ല റാഹത്തോടെ കാര്യങ്ങൾ മുഴുവനും നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഒരു സഹോദരന്റെ ചെറിയ 11 വയസ്സുള്ള ഒരു മകൾ ചെറിയൊരു റുഹാനിയുടെ ഇണങ്ങിയതായിട്ട് വലിയ ബേജാറിലാണ്. ചെറിയൊരു ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പരിപൂർണമായ രൂപത്തിൽ സ്കൂളൊക്കെ തുടങ്ങാൻ പോവാൻ അല്ലാഹുവിന് ബുദ്ധിമുട്ടുമില്ലാതെ നല്ല നമ്മുടെ മക്കൾ പോകുന്നത് പോലെ റാഹത്തോടെ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് കടന്നെല്ലാം ആ കുട്ടിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ഒരു സഹോദരന്റെ വലിയൊരു ടെസ്റ്റ് ഇപ്പൊ രാവിലെ തന്നെ നല്ല റാഹത്തോടെ അത് സന്തോഷത്തിൽ ആയി കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പേടിപ്പിക്കപ്പെടുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിലുള്ള നല്ല ഒരു റിസൾട്ട് അറിയിക്കണേ അവരുടെ. ശാരീരികമായി എന്തൊക്കെ ബേജാറുകളുണ്ടോ വിഷമങ്ങളുണ്ട് അത് മുഴുവൻ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളെയും ഉമ്മമാരും കുടുംബക്കാരും നാട്ടുകാരും ഉസ്താദുമാരും പലരും നിലവിലെ ശാരീരികമായ രോഗങ്ങളെ കൊണ്ട് ബേജാറായവരാണ്. അല്ലാഹുവേ ശിഫാ നൽകണേ അല്ലാഹ്. മാനസികമായി ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹുവേ. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള സിയാറത്തിന് വേണ്ടി മക്കയിൽ അതുപോലെ മദീനയിൽ അതുപോലെ നാട്ടിലുള്ള മഹാന്മാരായ പല ഔലിയാക്കളെ സിയാറത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പോയവരാണ്. അല്ലാഹുവേ ഓരോരുത്തരുടെ സഫറിലും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഹജ്ജിന് വേണ്ടി പോകുന്ന ഒരുപാട് ഹാജിമാർ നമ്മുടെ നാട്ടിൽ പല നാടുകളിലും പരിസര നാടുകളിലും കുടുംബക്കാരും പലരുമുണ്ട്. അല്ലാഹ് പോയവരിലും പോകുന്നവരിലും എല്ലാവരുടെ യാത്രയിലും ജീവിതത്തിലും ആരോഗ്യത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ പടച്ചവനെ ഈ പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള അമലുകൾ ചെയ്യാനുള്ള
ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. ഇന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ സത്താർ സാഹിബ് മൊഹമ്മദ് മാസ്റ്റർ അള്ളാഹുവെ ഹജ്ജിന്റെ പ്രതിഫലം അവർക്ക് നീ നൽകണേ അള്ളാഹ്. ഒരുപാട് പ്രതീക്ഷയോടെ അവർ പോയതാ, നിന്റെ വിധി പോലെ അവരെ നിന്റെ റഹ്മത്തിലേക്ക് നീ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഇക്കൊല്ലം ഹജ്ജ് ചെയ്ത ആളുകൾക്ക് നീ നൽകുന്ന പ്രതിഫലം എന്തൊക്കെയുണ്ടോ ആ പ്രതിഫലങ്ങൾ റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് കൊണ്ടുപോയ ആ ആളുകൾക്കും നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ അള്ളാഹ്. റബ്ബേ ഹറമിന്റെ മറ്റു മുറ്റത്തിലുള്ള റബ്ബേ സത്താർ സാഹിബിന്റെ ഭാര്യ അതുപോലെ നിങ്ങൾ അവർക്കൊക്കെ നീ സബർ നൽകണേ അള്ളാഹ്, സമാധാനം നൽകണേ അള്ളാഹ്, സമാധാനം നൽകണേ അള്ളാഹ്. പഠിച്ചവനെ എല്ലാ യുഗത്തിലും എല്ലാ ഹാജിമാരെയും നീ ഏറ്റെടുക്കണേ അള്ളാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ, ونعم الوكيل، نعم المولى ونعم